യഥാർത്ഥ കോൺഗ്രസ് നേതാവായിരുന്നു കരുണാകരൻ. അദ്ദേഹത്തിന്റെ രണ്ടു മക്കളാണ് കെ മുരളീധരനും പത്മജ വേണുഗോപാലും. ഇരുവരും കോൺഗ്രസിന്റെ നേതാക്കളാണ്. എന്നാൽ ഇപ്പോൾ ഇതാ നേതാവ് കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് പാർട്ടി, സ്വന്തം അച്ഛന്റെ പാർട്ടി ഉപേക്ഷിച്ച് BJP-യിൽ ചേർന്നിരിക്കുകയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി BJP-യിൽ ചേർന്നത് വലിയ വാർത്തകളും വിവാദങ്ങളും ഒക്കെ ആയിരുന്നു. മകൻ യൂദാസ് ആണെന്നും മകനെ തള്ളി ആന്റണി രംഗത്ത് വരികയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ മറ്റൊരു കോൺഗ്രസ് നേതാവും മറുകണ്ഠം ചാടിയിരിക്കുകയാണ്. വേറെ ആരുമല്ല, കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ആണത്. പത്മജ കോൺഗ്രസ് വിടാനുള്ള കാരണം വാഗ്ദാനം ചെയ്തിരുന്ന രാജ്യസഭാ സീറ്റ് നൽകാത്തതും തന്നേക്കാൾ ജൂനിയർ ആയവരെ രാജ്യസഭയിലേക്ക് അയച്ചതുമാണ് പത്മജയെ ചൊടിപ്പിച്ചതെന്നാണ് സൂചന. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിക്കിടെ പ്രിയങ്ക ഗാന്ധിയുടെ വാഹനത്തിൽ പത്മജ കയറുന്നതും ജില്ലാ നേതാക്കൾ തടഞ്ഞതോടെയാണ് പ്രശ്നം തുടങ്ങിയത്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തൃശൂർ മണ്ഡലത്തിൽ പത്മജ മത്സരിച്ചെങ്കിലും വിജയിച്ചില്ല. കെ കരുണാകരന്റെ സ്മാരകം നിർമ്മിക്കുന്നത് കോൺഗ്രസ് നീട്ടിക്കൊണ്ടു പോകുന്നതും പത്മജയുടെ തീരുമാനത്തെ സ്വാധീനിച്ചതായിട്ടാണ് സൂചനകൾ ലഭിക്കുന്നത്. ഇപ്പോഴത്തെ പത്മജയുടെ BJP പ്രവേശന വാർത്തയ്ക്കെതിരെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കെ മുരളീധരൻ. സഹോദരി പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനം ചതിയെന്നാണ് കെ മുരളീധരൻ പറയുന്നത്. പത്മജയുടെ BJP പ്രവേശനം ദൗർഭാഗ്യകരമാണ് എന്നും BJPക്ക് പത്മജയെ കൊണ്ട് കാൽകാശിന്റെ ഗുണം ഉണ്ടാകില്ല എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. കെ കരുണാകരന്റെ ആത്മാവ് പൊറുക്കില്ല എന്നും പത്മജയുമായി ഇനിയൊരു ബന്ധവുമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പത്മജയ്ക്ക് കോൺഗ്രസ് എന്നും പരിഗണന നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത് ചെയ്ത് മോശമായി. കാലുമാറിയാൽ തോൽക്കാറില്ല. ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ല. പിതാക്കളുടെ കഷ്ടപ്പാട് അറിയാത്ത മക്കൾ ചതി ചെയ്യും. ED എന്റെ അടുത്ത് വന്നില്ല. എനിക്ക് ആരെയും പേടിയില്ല. വടകരയിൽ ഈ പരിപ്പ് വേവില്ല എന്നും പാർട്ടി പറഞ്ഞാൽ താൻ മത്സരിക്കുമെന്നും പത്മജയുമായി ഇനിയൊരു ബന്ധം ഇല്ലെന്നുമാണ് കെ മുരളീധരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. പാർട്ടി വിടുന്നത് സംബന്ധിച്ച് ഒരു സൂചനയും പത്മജ തനിക്ക് നൽകിയിട്ടില്ല എന്നും ഇന്നലെ രാവിലെ ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ വന്നപ്പോൾ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചുവെങ്കിലും കിട്ടിയില്ലെന്നും ആണ് സഹോദരൻ കൂടിയായ കെ മുരളീധരൻ പറയുന്നത്. തൃശൂർ DCC പ്രസിഡന്റിന്റെ ചുമതല വഹിച്ച ആദ്യ വനിതയാണ് പത്മജ വേണുഗോപാൽ. ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം, തലപ്പായ എംപ്ലോയീസ് യൂണിയൻ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്നീ സംഘടനകളുടെ ഭാരവാഹിയായിരുന്നു. KTDC അധ്യക്ഷനായും പ്രവർത്തിച്ചു. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെയും കല്യാണിക്കുട്ടിയമ്മയുടെയും മകളാണ് പത്മജ വേണുഗോപാൽ. പാർട്ടി വിടുന്നത് സംബന്ധിച്ച് ഒരു സൂചനയും പത്മജ തനിക്ക് നൽകിയിട്ടില്ല എന്നും ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചുവെങ്കിലും കിട്ടിയില്ല എന്നാണ് സഹോദരൻ കൂടിയായ കെ മുരളീധരൻ MP പറയുന്നത്. ഇന്നലെ മുതൽ പത്മജ തന്നെ ഫോണിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണോ എന്നും അവർ പോയാൽ കോൺഗ്രസിന് ഒരു ക്ഷീണം ഉണ്ടാകില്ല എന്നാണ് മുരളീധരൻ പ്രതികരിച്ചുകൊണ്ട് പറയുന്നത്. പത്മജ BJP-യിൽ ചേരുമെന്ന് നേരത്തെ പ്രചരണങ്ങൾ ഉണ്ടായെങ്കിലും അതിനെല്ലാം അവർ തള്ളിക്കറിഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. BJP-യിലേക്ക് പോകുന്നു എന്നൊരു വാർത്ത ഏതോ മാധ്യമത്തിൽ വന്നെന്നും അത് കേട്ടാണ് എവിടെ നിന്നാണ് വന്നെന്ന് അറിയില്ല എന്നുമായിരുന്നു പത്മജ പറഞ്ഞത്. നിലവിൽ KPCC ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ് പത്മജ. 2004 മുകുന്ദപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും 2021 തൃശൂരിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ പത്മജ പരാജയപ്പെട്ടു. BJP പ്രവേശനം സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കിയതിന് പിന്നാലെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്നും കോൺഗ്രസ് പദവി നീക്കം ചെയ്ത് പത്മജ വേണുഗോപാൽ ഫേസ്ബുക്ക് ബയോയിൽ പാർട്ടി പദവിയായ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എന്ന് രേഖപ്പെടുത്തിയിരുന്നു. ഇത് മാറ്റി പൊളിറ്റീഷ്യൻ എന്ന് മാത്രമാക്കി തിരുത്തിയിട്ടുമുണ്ട്. ഇപ്പോൾ താൻ BJP-യിലേക്ക് പോകുന്നു എന്ന മാധ്യമങ്ങളോട് പ്രതികരിച്ചതിന് പിന്നാലെയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും പത്മജ കോൺഗ്രസ് ബന്ധം എടുത്തു കളഞ്ഞത്. പുതിയ കവർ ചിത്രവും പത്മജ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പത്മജയെ വിമർശിച്ച നിരവധി പേരാണ് ചിത്രത്തിന് കമന്റുമായി രംഗത്തെത്തിയത്. അച്ഛനെ ഓർത്തിരുന്നെങ്കിൽ പത്മജ വേണുഗോപാൽ RSSനൊപ്പം പോകില്ല എന്നാണ് ഭൂരിപക്ഷം പേരും കമന്റ് ചെയ്യുന്നത്. അതേസമയം കോൺഗ്രസിനുള്ളിൽ നിന്നും അവഗണന മനം നൊന്നിട്ടാണ് മടുത്തിട്ടാണ് താൻ പാർട്ടി വിടുന്നതെന്നാണ് പത്മജ പ്രതികരിച്ചത്. കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് നിന്ന് ഒരുപാട് അപമാനം നേരിട്ടു എന്നും വേദനയോടെയാണ് പാർട്ടി വിടുന്നതെന്നാണ് പത്മജ പറഞ്ഞത്. BJP പ്രവേശനം വൈകിട്ട് 5ഓടെ ആകുമെന്നും പത്മജ വ്യക്തമാക്കി. BJP പ്രവേശനത്തെ ചൊല്ലി കോൺഗ്രസിൽ നിന്ന് ശക്തമായ പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് പത്മജയുടെ പ്രതികരണം. അതേസമയം പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് BJP-യിൽ ചേരുമെന്ന് സ്ഥിരീകരിച്ച് ഭർത്താവ് ഡോക്ടർ വേണുഗോപാൽ രംഗത്തെത്തുകയും ചെയ്തു. പാർട്ടിയിൽ നിന്നും കിട്ടിയ വലിയ അവഗണനയിൽ പത്മജ വേദനിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നും അതുകൊണ്ടായിരിക്കാം ഈ തീരുമാനം എടുത്തതെന്നുമാണ് അദ്ദേഹം പറയുന്നത്. രാഷ്ട്രീയം അവസാനിപ്പിച്ച് വീട്ടിലിരിക്കാനാണ് താൻ പറയാറ്. പത്മജയുടെ മനസ്സിലും ഇത് തന്നെയായിരുന്നു. എന്നാൽ മികച്ചൊരു അവസരം വന്നപ്പോൾ ശ്രമിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. പത്മജയുടെ തീരുമാനത്തിന് എല്ലാവിധ പിന്തുണയും ഉണ്ട്. ഭാര്യയുടെ വ്യക്തിപരമായ തീരുമാനങ്ങൾ എതിർക്കാറില്ല എന്ന് വേണുഗോപാൽ പറയുകയും ചെയ്തു. ചില മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നും പത്മജ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നായിരുന്നു പ്രതികരണം അദ്ദേഹത്തിന്റേത്. രാഷ്ട്രീയം സംസാരിക്കാറില്ല, രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ല. പക്ഷെ ഭാര്യ യുക്തിസഹമായ ഒരു തീരുമാനമെടുത്താൽ അതിനെ പിന്തുണയ്ക്കാറുണ്ട് എന്നും അത്തരത്തിലുള്ളതാണ് ഇപ്പോൾ വന്ന തീരുമാനമെന്നാണ് അദ്ദേഹം പറയുന്നത്.
പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടും വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്നും അവഗണിക്കപ്പെടുകയാണെന്നുമാണ് കുറെ നാളായി പത്മജ പറയാറ്. സർക്കാർ സൗജന്യമായ സ്ഥലം നൽകിയിട്ടും കരുണാകരൻ സ്മാരകം പൂർത്തീകരിക്കാത്തതിനാലാണ് പത്മജ ഏറ്റവും കൂടുതൽ വേദനിച്ചത്. ഇതിനായി ഏറെ ബുദ്ധിമുട്ടിയെങ്കിലും നേതൃസ്ഥാനത്തിനായി ഗ്രൂപ്പുകൾ അടിയായി. തൃശൂരിൽ കൂടെ നിന്നവർ തന്നെ പത്മജയെ തോൽപ്പിച്ചു. കോൺഗ്രസ് വിട്ടുപോകുകയെന്നത് ആലോചിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. പക്ഷെ വലിയ സമ്മർദ്ദം ഉണ്ടായപ്പോഴാണ് ഇപ്പോഴത്തെ തീരുമാനം. BJP നേതാക്കളെ വ്യക്തിപരമായി അറിയാം. രാഷ്ട്രീയ ബന്ധമില്ല, വാഗ്ദാനങ്ങളൊന്നുമില്ല. നിരുപാധികമായാണ് BJPയിലേക്ക് പത്മജ പോകുന്നത് എന്ന് ഭർത്താവ് വേണുഗോപാൽ പറയുകയും ചെയ്തു. നിലവിൽ പത്മജ വേണുഗോപാൽ ഡൽഹിയിലാണ്. BJP നേതാക്കളുമായി ചർച്ചയിലാണെന്നാണ് ലഭിക്കുന്ന വിവരം. വ്യാഴാഴ്ച BJP ആസ്ഥാനത്ത് വെച്ച് പത്മജ വേണുഗോപാൽ അംഗത്വം എടുത്തേക്കുമെന്നാണ് സൂചന. ബുധനാഴ്ച ഉച്ചയോടെയാണ് പത്മജ വേണുഗോപാൽ BJPയിൽ ചേരുമെന്ന വാർത്തകൾ പുറത്തു വന്നത്. എന്നാൽ ഇക്കാര്യം നിഷേധിച്ചുകൊണ്ട് പത്മജ തന്നെ വൈകിട്ട് ഫേസ്ബുക്കിൽ കൂടി രംഗത്തുമെത്തി. ഒരു തമാശ പറഞ്ഞതാണ്, ഇങ്ങനെയാകുമെന്ന് വിചാരിച്ചില്ല എന്നായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ പിന്നീട് ഇത് പിൻവലിക്കുകയും ആയിരുന്നു. വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ BJP ആസ്ഥാനത്ത് പത്മജ വേണുഗോപാൽ അംഗത്വം സ്വീകരിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടുമില്ല. എന്തായാലും ഇക്കുറി BJP രണ്ടും കൽപ്പിച്ചാണ് തെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നതെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. അതേസമയം കോൺഗ്രസ് ഇതൊരു വൻ തിരിച്ചടിയും കൂടിയാണ്.